ഖത്തറിന്റെ പരമാധികാരത്തിലേക്ക് കടന്നുകയറി കഴിഞ്ഞ മാസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ ഖത്തർ അമീറിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിൽ വിളിച്ച് ക്ഷമാപണം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോഴിതാ മാപ്പ് ചോദിച്ച് 48 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ഖത്തറിനെ തൊട്ടാൽ കളി മാറുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് തന്നെ പുറത്തിറക്കിയിരിക്കുകയാണ് ട്രംപ്. ഖത്തറിനെതിരായ ആക്രമണം യുഎസിന് ഭീഷണിയാണ് എന്നും ഖത്തറിന്റെ പരമാധികാരത്തിനോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുള്ള ഏതൊരു സായുധ ആക്രമണത്തെയും ഭീഷണിയായി കണക്കാക്കും എന്നുമാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിലെ പ്രധാന നിർദ്ദേശങ്ങൾ. അതായത് ഖത്തറിനെ ഇനി ആക്രമിച്ചാൽ അമേരിക്ക ഇടപെടുമെന്നും വേണ്ടി വന്നാൽ സൈനികമായി തന്നെ അതിന് മറുപടി നൽകുമെന്നാണ് ട്രംപിന്റെ നിലപാട്. ഫലത്തിൽ ഇസ്രായേലിനുള്ള മുന്നറിയിപ്പായി തന്നെ ട്രംപിന്റെ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിനെ കാണാം. ഏതു രാജ്യം ഖത്തറിനെ ആക്രമിച്ചാലും സൈനിക നടപടി സ്വീകരിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ ഉറപ്പാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടത് എന്നതും ശ്രദ്ധേയമാണ്. സെപ്റ്റംബറിലെ ഖത്തർ വ്യോമാക്രമണം യുഎസിനെ ചൊടിപ്പിക്കുകയും അതിരൂക്ഷമായ ഭാഷയിൽ ആക്രമണത്തെ യുഎസ് അപലപിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഉത്തരവ് എന്നതും പ്രത്യേകം കാണണം. ഇനിയും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ യുഎസിന്റെയും ഖത്തറിന്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് ട്രംപ് പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നത്. ആ നടപടികൾ നയതന്ത്രപരമാകാം, സാമ്പത്തികമാകാം, ആവശ്യമെങ്കിൽ സൈനിക നടപടിയുമാകും. ഖത്തറിനെതിരായ ഏതൊരു വിദേശ ആക്രമണത്തിനും വേഗത്തിലുള്ളതും ഏകോപിതവുമായ പ്രതികരണം ഉറപ്പാക്കുന്നതിന് സ്റ്റേറ്റ് സെക്രട്ടറിയെയും നാഷണൽ വിജിലൻസ് ഡയറക്ടറെയും ഏകോപിപ്പിച്ച് യുദ്ധ സെക്രട്ടറി ഖത്തറുമായി സംയുക്ത പദ്ധതി നടത്തണമെന്നും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഖത്തറിന് ഈ ഉറപ്പ് വീണ്ടും നൽകണം. തുടർന്ന് പരസ്പരം പിന്തുണ ഉറപ്പാക്കുന്നതിന് സഖ്യകക്ഷികളുമായും പങ്കാളികളുമായും ഏകോപനം നടത്തുകയും വേണമെന്നുകൂടി ഉത്തരവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തറും അമേരിക്കയും വർഷങ്ങളായി പരസ്പരം സഹകരണ ശക്തികളാണ്. ഖത്തറിൽ യുഎസിന് സൈനിക താവളവുമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത്. ഇത് ഖത്തറിനും അമേരിക്കയ്ക്കും ഇടയിലുണ്ടായ ആഘാതം ചെറുതായിരുന്നില്ല. അമേരിക്കയുടെ അഭിമാനത്തിനേറ്റ ക്ഷതം കൂടിയായിരുന്നു ആക്രമണം. തങ്ങളുടെ ഏറ്റവും മികച്ച ഒരു സഖ്യരാഷ്ട്രത്തെ മറ്റൊരു സൗഹൃദ രാഷ്ട്രം ആക്രമിക്കുന്നത് യുഎസിന് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് തന്നെ ഈ ആക്രമണത്തെ അപലപിച്ചും തള്ളിപ്പറഞ്ഞും യുഎസ് രംഗത്തെത്തിയത്. ഇതിനുശേഷം ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പങ്കെടുക്കാനെത്തിയ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയുടെ ഫലമായി നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ താനിയെ ഫോണിൽ വിളിച്ച് മാപ്പ് ചോദിക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ ക്ഷമാപണത്തിന് പിന്നാലെയാണ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തിറക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതേസമയം ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. പ്രസിഡന്റിന് ഒറ്റയ്ക്ക് ഇത്തരത്തിൽ വിദേശ നയതന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉത്തരവിറക്കാനോ തീരുമാനമെടുക്കാനോ സാധിക്കുമോ എന്നതാണ് അതിൽ ഒന്ന്. നിയമപരമായി ഇത്തരത്തിൽ കരാറുകളോ ഉത്തരവുകളോ പുറപ്പെടുവിക്കാൻ യുഎസ് സെനറ്റിന്റെ അനുമതി വേണമെന്നാണ് ചട്ടം. പക്ഷേ മുൻപും പ്രസിഡന്റുമാർ ഇത്തരത്തിൽ അന്താരാഷ്ട്ര കരാറുകളിൽ സെനറ്റിന്റെ അനുമതിയില്ലാതെ ഏർപ്പെട്ടിട്ടുണ്ട്. 2015 ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഏർപ്പെട്ട കരാർ അതിന് ഉദാഹരണമാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറം ഏത് തരത്തിലുള്ള സൈനിക നടപടിയും പ്രസിഡന്റിന്റെ തീരുമാനമാണ്. ഈ അനിശ്ചിതത്വം മുൻപ് നാറ്റോയുടെ ആർട്ടിക്കിൾ 5 വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിൽ കണ്ടതുമാണ്. നാറ്റോ സഖ്യകക്ഷിയായ ഒരു രാജ്യത്തിനെതിരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും നാറ്റോയെ ആകെ ബാധിക്കുന്ന ആക്രമണമായി കണക്കാക്കുമെന്നതാണ് നാറ്റോ ആർട്ടിക്കിൾ 5. അതേസമയം രാജ്യത്താകെ ട്രംപിന്റെ ഉത്തരവ് ചോദ്യം ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വലതുപക്ഷ ആക്ടിവിസ്റ്റ് ലോറ ലൂമർ ഖത്തറിന് വേണ്ടി മരിക്കാൻ തനിക്ക് സാധ്യമല്ല എന്ന് എക്സിൽ കുറിച്ചു. വാൾ സ്ട്രീറ്റ് ജേണൽ പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡും ട്രംപിന്റെ ഉത്തരവിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഖത്തറിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിന് പല മാനങ്ങളുമുണ്ട്. പ്രധാനമായും ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തങ്ങളുടെ സുരക്ഷാ നയങ്ങൾ ഗൾഫ് അറബ് രാഷ്ട്രങ്ങൾ പുനർവിചിന്തനത്തിന് വിധേയമാക്കിയിരുന്നു. പോരാത്തതിന് 2022 മുതൽ നാറ്റോ ഇതര സഖ്യകക്ഷി എന്ന നിലയിൽ ഖത്തറുമായുള്ള സൗഹാർദ്ദം ജോ ബൈഡൻ യുഎസ് പ്രസിഡന്റായിരിക്കുമ്പോൾ തന്നെ അംഗീകരിച്ചതുമാണ്. അതിനു പുറമെ സൗദി പാകിസ്ഥാനുമായി സമാനമായ ഒരു സഹകരണ കരാർ ഒപ്പിട്ടിരുന്നു. ഇസ്രയേലോ ഇറാനോ തങ്ങളെ ആക്രമിച്ചാൽ
ആണവ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് പാകിസ്ഥാനുമായി സൗദി സഹകരണ കരാർ ഒപ്പിട്ടത്. ഗൾഫ് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം സഹകരണങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്കയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് എന്നത് ശ്രദ്ധേയമാണ്.